പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. സംസ്ഥാനത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ LDF മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും തവനൂരിൽ ഏറ്റവും ചുരുങ്ങിയത് 10,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ തിളക്കമുള്ള വിജയം നേടുമെന്നും തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ KT ജലീൽ. കോട്ടക്കൽ മണ്ഡലത്തിലെ വളാഞ്ചേരി GM-LP സ്കൂളിലെ 164 നമ്പർ ബൂത്തിൽ ഭാര്യ ഫാത്തിമക്കുട്ടി ടീച്ചറോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനക്ഷേമ കരുതൽ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും LDF സർക്കാരിന്റെ തുടർ ഭരണമെന്നും ജനങ്ങളുമായുള്ള ആത്മബന്ധമാണ് തവനൂരിലെ തന്റെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം LDFന് മുന്നേറ്റമുണ്ടാകുമെന്നും ഡോക്ടർ KT ജലീൽ പറഞ്ഞു. ജില്ലയിൽ 8 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തവനൂർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ സ്ഥാനാർത്ഥി സന്ദർശിച്ചു. തവനൂർ മണ്ഡലത്തിൽ LDFന് അനുകൂലമായ വലിയ തരംഗമാണ് കാണുന്നതെന്ന് ഡോക്ടർ KT ജലീൽ പറഞ്ഞു. ഗംഭീരമായിട്ടുള്ള വിജയം LDFന് ഉണ്ടാവും. കേരളത്തിലും അതിഗംഭീര വിജയമുണ്ടാകും. മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുക എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്നാണ്. ഭരണകർത്താക്കളെ നേരും നെറിയും നോക്കി തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഭാഗഭാക്കാവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പൗരന്റെ ഏറ്റവും വലിയ ആത്മസായുജ്യം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ നല്ല നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് കിടക്കുന്ന 6ഓളം നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇവിടെ നിന്ന് മുൻപൊന്നും ഇല്ലാത്ത വിധം ഉജ്ജ്വല വിജയമായിരിക്കും LDF നേടാൻ വേണ്ടി പോകുന്നു. 16 സീറ്റിൽ 4 സീറ്റുകളാണ് ഇതുവരെ റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം LDF നേടിയിട്ടുള്ളത്. ആ 4 എന്ന് പറയുന്ന നമ്പർ ഇത്തവണ വർദ്ധിക്കും. ഏറ്റവും ചുരുങ്ങിയത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പഞ്ചായത്ത് 2011 ഞാൻ അവിടെ ചെന്ന സമയത്തും ആദ്യമായിട്ട് മത്സരിക്കാൻ ചെന്ന സമയത്തും ഒരൊറ്റ പഞ്ചായത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. 7 പഞ്ചായത്തിൽ 6 പഞ്ചായത്തുകളും UDF ആയിരുന്നു. അന്ന് 8,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു UDF. ഇപ്പോൾ അത് 9,000 ഭൂരിപക്ഷമാണ്. അതിനെയൊക്കെ മറികടക്കും. കാരണം ആളുകൾ ഓരോരുത്തരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും. അത് എല്ലാവർക്കും ബോധ്യമാണ്. ഈസ്റ്റ് ലൈവ്, വളാഞ്ചേരി.